ഇതുവരെ ആരും ചെയ്യാത്തൊരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വെള്ളം ഈ ഫസ്റ്റ് ക്രോപ്പിൽ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ ആദ്യമായി പിന്നെ ഫസ്റ്റ് ക്രോപ്പിൽ കൂടി കിട്ടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ ഈ കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി ആണ് നമുക്ക് ഇതൊക്കെ സാധിച്ചിട്ടുള്ളത്. പാലക്കാട്ടെ പെരുവമ്പ് ഗ്രാമപഞ്ചായത്തിലെ പനംകുറ്റി, ചോറക്കോട്, വാഴക്കോട് പ്രദേശങ്ങളിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുക എന്നത് കർഷകർക്ക് പതിറ്റാണ്ടുകളായുള്ള ഒരു തലവേദനയായിരുന്നു. ഇവിടുത്തെ കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട വിഷയം കൃത്യസമയത്ത് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ മീങ്കര കനാലില് പുതുനഗരം തൊട്ട് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് വെള്ളം വന്നിട്ട് തന്നെ കാലങ്ങളായി. അതുകൊണ്ടാണ് ഇത് ഉപയോഗശൂന്യമായി തൂർന്നു പോകാനുള്ള പ്രധാന കാരണം. കാലങ്ങളായി ഇത് ഞങ്ങൾ പരാതിപ്പെടുന്നുണ്ടെങ്കിലും ആരും ഇത് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ജലസേചനത്തിന്റെ ദൗർലഭ്യത കാരണം പെരുവമ്പിലെ കൃഷിക്കാർക്ക് വേണ്ട രീതിയിൽ വിളവെടുക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. ഇവിടേക്കുള്ള ജലസേചന കനാലുകൾ ഉപയോഗശൂന്യമായതാണ് മീങ്കര ഡാമിൽ നിന്നും വെള്ളം ലഭ്യമായിട്ട് പോലും പുതുനഗരം മുതൽ പെരുവമ്പ് പഞ്ചായത്ത് വരെയുള്ള ഈ വാലറ്റ പ്രദേശങ്ങൾക്ക് പ്രശ്നമായത്. ഇറിഗേഷന്റെ കനാലുണ്ട്, പക്ഷെ ടെയിൽ എൻഡ് ആയതുകൊണ്ട് പലപ്പോഴും ഇവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്. അതിന്റെയൊക്കെ കാരണം കൊണ്ട് മിക്കവാറും സമയങ്ങളിൽ ഉണക്കത്തും വെള്ളത്തിന് ക്ഷാമം വരുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം എന്ന കർഷകരുടെ നിരന്തരമായ ആവശ്യത്തിനാണ് തികഞ്ഞ കർഷകൻ കൂടിയായ സ്ഥലം MLAയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിലൂടെ പരിഹാരമായത്. കഴിഞ്ഞ 20 വർഷമായി മീങ്കര കനാൽ വനങ്ങളെല്ലാം പൊത്തി വളരെ ഉപയോഗശൂന്യമായി കിടന്നായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആത്മാർത്ഥമായ ഇടപെടൽ നിമിത്തം കനാൽ തോണ്ടി പുനരുദ്ധാരണം ചെയ്ത് ഞങ്ങൾക്ക് ജലസേചനം സൗകര്യം ഉണ്ടാക്കി തന്നതിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമാൻ കെ കൃഷ്ണൻകുട്ടിക്ക് വാഴക്കോട് പാടശേഖര സമിതിയുടെ പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. പുതുനഗരം മുതൽ പെരുവമ്പ് വരെ, പെരുവമ്പിലെ ടൈലൻഡ് വരെ ഏകദേശം 8 കിലോമീറ്ററോളം നീളം വരുന്ന കനാലുകളാണുള്ളത്. ഒന്ന് അപ്പളം ബ്രാഞ്ചും രണ്ടാമത്തേത് വന്ന് ചോറക്കോട് ബ്രാഞ്ച്. ഈ 2 ബ്രാഞ്ചുകളിലും ഏകദേശം 25 വർഷത്തോളമായി മീങ്കരയിൽ നിന്നുള്ള വെള്ളം കിട്ടാണ്ടായിട്ട്. പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ചിറ്റൂർപ്പുഴയിലെ വെള്ളം വരുമ്പോൾ ഈ കനാലിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് നനയ്ക്കുന്ന ഒരു രീതിയായിരുന്നു. മീങ്കര വെള്ളം നിന്നതിന് ശേഷം ഒരു 18 വർഷം വരെ അത് ചെയ്തിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് നിർജ്ജീവമായിട്ട് കിടന്ന കനാലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഓരോരോ വകുപ്പുകളായി നിൽക്കുന്ന കൃഷി ജല വകുപ്പുകളുടെ യോജിപ്പുണ്ടാക്കുകയാണ് ഇതിന് അദ്ദേഹം ആദ്യം ചെയ്തത്. ഹരിത കേരള മിഷൻ, തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമപഞ്ചായത്ത്, കർഷക സമിതികൾ എന്നിവയുടെ സഹകരണം കൂടി ഇതിൽ ഉറപ്പാക്കി. ഇറിഗേഷൻ കൃഷിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ദിശയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുവരെ അങ്ങനെയല്ല. ഇറിഗേഷന്റെ ഭാഗത്ത് പോകുന്നു, കൃഷിയുടെ ഭാഗത്ത് പോകുന്നു. അപ്പോൾ അത് മാറി കൃഷിയും ഇറിഗേഷനും ഒന്നിച്ചു പോകാവുന്ന ഒരു സ്ഥിതിയിലെത്തി. ഇപ്പോൾ ഇവിടെ തന്നെ കൃഷി ഓഫീസറുണ്ട്, ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. നേരത്തെ ഇവർ രണ്ടാൾക്കും പേരറിയില്ലായിരുന്നു തമ്മിൽ. ഇപ്പം അവർ തമ്മിൽ യോജിച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചിറ്റൂർ പുഴയിൽ 7.25 ചിറ്റൂർ പുഴയിൽ കിട്ടുന്നത്. ആ വെള്ളം വിതരണം നടത്തിയാൽ പോലും പകുതി ടൈലിൻ്റെ ഒക്കെ ഉണങ്ങിപ്പോകും. ഇപ്രാവശ്യം 5.3 കൊണ്ട് തന്നെ എല്ലാവിടെയും സുഭിക്ഷമായി വെള്ളം എത്തിക്കാൻ സാധിച്ചു. എന്നുവെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ശരിയായാൽ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാകും. അത് അതിൻ്റെ ഫലമായി ഗ്രാമീണ മേഖലയിലെ സമ്പദ്ഘടനയ്ക്ക് തന്നെ വലിയ മാറ്റം വരും. തുടർന്നാണ് മാതൃകാപരമായ ജലസേചന കനാൽ പുനർനിർമ്മാണം തുടങ്ങിയത്. കർഷകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കിയതോടെ 3/4 കോടി രൂപ ചെലവിൽ 3 വർഷം കൊണ്ട് നടപ്പാകുമായിരുന്ന ഈ കനാൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വെറും 3.5 ലക്ഷം രൂപ ചെലവിൽ 40 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. നമ്മൾ ഓണത്തിന് മുന്നെയാണ് ഈ വർക്ക് തുടങ്ങിയത്. അപ്പളം ബ്രാഞ്ചിൽ ഏകദേശം 800 മീറ്റർ വർക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് 5 കിലോമീറ്റർ ദൂരമാണ് ഇതേ രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പൊ കാണുന്ന രീതിയിൽ, അതായത് അവിടെയായിട്ട് ചിറ്റൂർപ്പുഴയുടെ ചെറിയ സ്ലൂയിസുകളുണ്ട്. അതിലെ വെള്ളം ഇതിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് നനയ്ക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ ഈ ഫാം റോഡ് ഇവരുടെ ഒരു വലിയ ആവശ്യമാണ്. ഏകദേശം 1.5 കിലോമീറ്റർ വരുന്ന ഫാം റോഡ്. അത് കഴിഞ്ഞാൽ ഈ കാണുന്ന പാടങ്ങൾ മൊത്തം മെഷീൻ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ഇടുങ്ങിയ റോഡാണ്. അപ്പോൾ ഈ കനാൽ റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് മെഷീൻ ഇറക്കാനും ട്രാക്ടർ ഇറക്കാനും കൊയ്ത്ത് മെഷീൻ ഇറക്കാനും ഒക്കെ വളരെ സഹായമായിട്ട് തീരും. അപ്പോൾ അവർ തന്നെ ഇടപെട്ട് അവരുടെ പൈസ കൊണ്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പ്രവൃത്തി ചെയ്തപ്പോൾ ഏകദേശം കർഷകർ ചെലവാക്കി, അവരുടെ പോക്കറ്റിൽ നിന്ന് അവർ ചെലവാക്കിയത് ഒരു 1.5-2.5 ലക്ഷം രൂപയാണ് അവരുടെ പോക്കറ്റിൽ നിന്ന് അവർ ചെലവാക്കിയിട്ടുള്ളത്. വേറെ ഏതെങ്കിലും കോൺട്രാക്ടറോ മറ്റുള്ള ആളുകളോ ആണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഒരു 30-40 ലക്ഷം രൂപയുടെ വർക്കാണ്. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി JCBയും പദ്ധതി നടപ്പാക്കുന്നതിന് വേഗം കൂട്ടുകയും ചിലവ് കുറയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജലസേചന വകുപ്പിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവരുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള എന്താ പറയുക JCB ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിലൂടെ തന്നെ ഒരുപാട് സഹായം കർഷകർക്ക് ലഭിക്കുകയാണ്. കാരണം ഇതിനാവശ്യമായി വരുന്ന തുക JCBയുടെ വാടകയും അതുപോലെ തന്നെ ഡ്രൈവർക്കുള്ള കൂലിയും ഒക്കെ തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൽകുന്നതിനും ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പാഠസമിതിയിലെ അംഗങ്ങൾ അവർക്ക് ഭാവിയിൽ ഇനി വരുന്ന റിവിഷനെങ്കിലും അത് പദ്ധതികൾ വകയിരുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 10-60 വർഷക്കാലത്തെ ഒരു സ്വപ്നമാണ് ഇതിലൂടെ പ്രാവർത്തികമാകാൻ വേണ്ടി പോകുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ വളരെ വലുതാണ്. ഞാൻ തന്നെ ഈ നിയമമണ്ഡലത്തിൽ പലതിലും പോകുമ്പോഴും രൂപ ഗ്രാമപഞ്ചായത്ത് അതിന്റെ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ ചെയ്തതിപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട്, ചെറിയ JCB ഉപയോഗിച്ചുകൊണ്ട് MLA ഫണ്ടിൽ നിന്നാണ് അത് മേടിച്ചത്. അതിന് മേടിച്ചപ്പോൾ ഒരു 100 രൂപ ചിലവാക്കുന്ന സ്ഥലത്ത് 50 രൂപ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് എല്ലാ നിയോജകമണ്ഡലത്തിലും അങ്ങനെ ചെയ്തു കിട്ടിയാൽ വലിയൊരു മാറ്റം ഉണ്ടാകും. കൃഷി ജല വിഭവ വകുപ്പ് ജീവനക്കാരുടെ പിന്തുണയും നിർണായകമായി. ഈ പാലക്കാടൻ ചുരപ്രദേശത്ത് നിൽക്കുന്ന പ്രദേശത്ത്, മഴനിഴൽ പ്രദേശത്ത് ജലസേചനം ലഭ്യമാക്കിയാൽ മറ്റെല്ലാ കരവിരുതുകളും കർഷകന്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഓരോ കൃഷിയിടത്തിലേക്കും അത് എത്തിക്കുക എന്നുള്ളൊരു വലിയ ശ്രമത്തിൻ്റെ ഒരു സമഗ്രമായ, അതായത് പഞ്ചായത്തിൻ്റേതായിക്കോട്ടെ, കൃഷി വകുപ്പിൻ്റേത്, ജലസേചന വകുപ്പിൻ്റെ, ഒരു ജനങ്ങളുടെ MGNRHSന്റെ എല്ലാം കൂടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. പണ്ട് ആളിയാർ ഡാമിൽ നിന്നും 7 TMC ജലം ലഭ്യമായിട്ടും പ്രദേശത്തെ ജലക്ഷാമത്തിന് അറുതിയില്ലായിരുന്നു. എന്നാൽ ഈ കനാൽ നവീകരണം സാധ്യമായതോടെ 5 TMC ജലം കൊണ്ട് സുഭിക്ഷമായ ജലവിതരണം നടത്താൻ കൂടി സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം. കനാൽ നവീകരണം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ രീതികൾ കൂടി നടപ്പാക്കിയതാണ് അതിന് കാരണമായതായി ജല വിഭവ വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കറുകമണിയിലെ ലിഫ്റ്റ് ഇറിഗേഷന്റെ ചാലങ്കാർ തോടിന്റെ സൈഡാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. 20 കൊല്ലത്തിന് മുമ്പ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കേണ്ടതാണ്. പല കാരണങ്ങൾ കൊണ്ടും കർഷകരുടെ കൂട്ടായ്മന്റെ കുറവ് കൊണ്ടും എല്ലാം അത് വളരെ കാലം നീണ്ടുപോയി. അപ്പോഴാണ് ഒരു 15 കൊല്ലത്തിന് ശേഷം കർഷകരെ ആകെ ഇവിടുത്തെ എല്ലാ കർഷകരെയും വിളിച്ചു ചേർത്ത് എന്താണ് ഇവിടുത്തെ വിഷയം, ഇത് നടക്കാത്തതിന്റെ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങൾ പരിഹരിച്ച് ആ പരിഹാരത്തിൽ ഇവിടുത്തെ എല്ലാ കർഷകരും നല്ലവണ്ണം സഹകരിക്കുകയുണ്ടായത്. കഴിഞ്ഞ 4/7/2020 ഇത് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ പറ്റിയത്. ഏകദേശം ഇതിൻ്റെ കീഴിൽ ഒരു 50 ഏക്കറോളം നെൽവയൽ നനയ്ക്കാൻ സാധിക്കും. അത് മാത്രമല്ല, അതൊക്കെ സ്പോട്ട് ഡെലിവറിയാണ്. ഓരോ വയലിലേക്കും സെപ്പറേറ്റ് പൈപ്പിട്ട് ഡയറക്റ്റായിട്ട് കണ്ടങ്ങളിൽ നനയ്ക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. അതുകൊണ്ട് വെള്ളം വേസ്റ്റായിട്ട് പോവില്ല. ജലവിഭവ വകുപ്പ് പുതുനഗരം കട്ട് ആൻഡ് കവർ, അപ്പളം കട്ട് ആൻഡ് കവർ എന്നീ പദ്ധതികൾക്ക് ഏകദേശം 1 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 1 കോടി ഉറുപ്പിന്റെ പ്രോജക്റ്റ്, അതായത് ഈ കടക്കുന്ന ഭാഗം മുഴുക്കെ പൈപ്പ് ലൈനിട്ട് ഒരു കാരണവശാലും മണ്ണിറങ്ങുകയോ അടയുകയോ ചെയ്യാത്ത രീതിയിൽ ഒരു പ്രോജക്റ്റിന് രൂപം കൊടുക്കുകയും അത് ടെൻഡർ നടപടികൾ നടക്കുകയും അത് ടെൻഡർ കഴിഞ്ഞു, എഗ്രിമെന്റായി, ഇനി വർക്ക് തുടങ്ങേണ്ട ഒരവസ്ഥയിലാണ്. പ്രവൃത്തികൾ ഡിസംബർ മാസത്തോടെ ആരംഭിക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തി കനാലുകളുടെ ഇരുവശവും കയർ ഭൂവസ്ത്രം വിരിക്കുന്ന പദ്ധതിക്ക് എസ്റ്റിമേറ്റും സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ഇടപെടലിലൂടെ പരിഹാരമായത് പ്രദേശത്ത് നിലനിന്നിരുന്ന 30ഓളം വർഷത്തെ ജലക്ഷാമത്തിനാണ്. 2 കിലോമീറ്ററോളം വരുന്ന ഈ കനാൽ പുനർനിർമ്മാണത്തോടെ പെരുവമ്പ് ഗ്രാമപഞ്ചായത്തിലെ 825ഓളം ഹെക്ടർ നെൽപ്പാടങ്ങൾ നനവും പച്ചയും അണിഞ്ഞു. പ്രദേശത്തെ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഇടങ്ങളിലെ കുളങ്ങളിൽ ജലം നിറഞ്ഞു. പ്രാദേശിക ജലവിധാനം പുഷ്ടിപ്പെട്ടു. പ്രദേശത്തെ 320 പൊതു സ്വകാര്യ കിണറുകളാണ് ഇത്തരത്തിൽ പുഷ്ടിപ്പെട്ടത്. ഇച്ഛാശക്തിയോടെ നിർവഹിച്ചതൊന്നും പാഴായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പച്ചപ്പും കർഷകരുടെ മുഖത്ത് തെളിഞ്ഞ ഈ ചിരികളും. വെട്ടിയ വെട്ടിനാൽ കാളിന്തിയാറ്റിന് പൊട്ടിയ ശാഖോപശാഖ തോറും പച്ച പിടിച്ചു തളച്ചിതു പുഞ്ചകൾ, പുൽച്ചെടി മേടുകൾ, പൂവനങ്ങൾ.